ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ വന്നത്. അപ്പോൾ ആ അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം വാട്സപ്പിൽ വന്ന അപ്ഡേറ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ അപ്ഡേറ്റ്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ആഡ് ചെയ്യാൻ നോക്കാം. അതിനിവിടെ ആഡ് സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ ടെക്സ്റ്റ്, മ്യൂസിക്, ലേ ഔട്ട്, വോയിസ്, അതുപോലെ ഇവിടെ ക്യാമറ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ലേ ഔട്ട് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലേ ഔട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഇമേജസ് ഒക്കെയാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഒരു ലേ ഔട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ആരുടെങ്കിലുമൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യണമെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അത് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അവരുടെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ലേ ഔട്ട് രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴെ നോക്കാമെങ്കിൽ കുറേയധികം ലേ ഔട്ട് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഫോട്ടോസേ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 3 ഫോട്ടോസ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ നമുക്കിവിടെ ഇന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഇനി നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിലോട്ട് നമ്മുടെ ഫോട്ടോസ് കൊണ്ടുവെക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, അത്തരത്തിൽ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ റെഡി ആവുന്നതായിരിക്കും. അതുപോലെ ഇതിനേതെങ്കിലും മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മ്യൂസിക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മ്യൂസിക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്തു. ഇനി ഈ മ്യൂസിക്കിൻ്റെ സെക്ഷൻ നോക്കാമെങ്കിൽ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് വീണ്ടും വന്നിരിക്കുന്ന കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് ഈ ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. മ്യൂസിക് എന്ന് പറയുന്ന സെക്ഷൻ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നെങ്കിലും ഈ ഒരു ലേ ഔട്ട് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോന്ന് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മ്യൂസിക് ഏതാന്ന് പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ലേ ഔട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ മ്യൂസിക് ഓൺലി എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ലേ ഔട്ട് അവിടെ നിന്ന് മാറുന്നതായിരിക്കും. ഓക്കെ, അത് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മ്യൂസിക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഈ മ്യൂസിക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്റ്റാറ്റസായി മാറുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതൊന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ലീവ് ഇറ്റ്. എന്നിട്ട് ഇവിടെ സെൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്റ്റാറ്റസായി മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ താഴെ കമൻറ്റായിട്ട് അതൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.